ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ പ്രഷർ കുക്കറിൽ മട്ട റൈസ് കൊണ്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ടാക്കാൻ പറ്റുക, അതും അധികം വെന്ത് പോകാതെ നല്ല മണിമണിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി ഒരു 3-4 തവണ കഴുകണം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ പൊക്കി എടുത്ത് വെക്കണം. ഞാനിത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം വാർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വെള്ളം വെക്കാം. നമ്മളിപ്പോൾ കുക്കറിൽ ചോറുണ്ടാക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിൽ വെള്ളം വാർത്ത് കളയുന്ന രീതിയിലാണ് ചോറുണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. കുക്കറിൽ നന്നായിട്ട് ചൂടായി വരണം. ചൂടായി വന്ന ശേഷം നമ്മളിത് തവ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് ഇളക്കാതെ നമ്മൾ അരി ഇടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ പൊന്തി വരുന്ന പോലെ കാണുന്നുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അരി ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇടാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ മൂടി ഇടാം. മൂടി ഇടുന്ന സമയത്ത് നമ്മൾ ഈ വാൾവ് നല്ലോണം ക്ലിയർ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ വിസിൽ കൂടി ഇട്ടിട്ട് പിന്നെ വിസിലടിക്കുന്ന സമയത്ത് പ്രഷറെല്ലാം കൂടി ഉള്ളിലായിട്ട് ചിലപ്പോൾ കുക്കറിന് കേട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് ക്ലിയർ ആണോ എന്ന് നോക്കി അതിന് ശേഷം വിസിൽ ഇതിൽ വെച്ചിട്ടുണ്ട്, വെയിറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 3 ഫ്ലെയിമിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിലുള്ള പ്രഷർ കംപ്ലീറ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കുക. അപ്പോഴേക്കും ഈ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ചില മട്ട റൈസ് വേഗം തന്നെ വേകുന്ന മട്ട റൈസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഒറ്റ വിസിൽ ചെയ്താൽ മതിയാകും. ഒറ്റ വിസിൽ കഴിഞ്ഞ പാട് നമ്മൾ ഓഫ് ചെയ്തിടുക. ചിലത് നല്ല വേവ് ഉണ്ടാകും. നല്ല വേവുള്ള ഇതാണ് ഒരു 4-5 വിസിൽ വെച്ച ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഇത് ഞാനൊരു 3 വിസിലാണ് വെച്ചിട്ടുള്ളത്. 3 വിസിൽ കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്തിടുകയാണ്. ഇവിടെ നന്നായിട്ട് വെന്തടിഞ്ഞ പോലത്തെ ചോറൊന്നും നമുക്കിഷ്ടമല്ല. അപ്പോൾ ഇവിടെ ആർക്കും അത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്കൊരു മണി പോലത്തെ ചോറാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം വെന്ത് കിട്ടണമെങ്കിൽ ഒരു 4-5 വിസിൽ വെക്കുക. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷം തുറന്നു നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ വിസിലെല്ലാം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഞാൻ ഓഫ് ചെയ്തിട്ട് ഇതിലെ ഗ്യാസ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി ഈ കുക്കറിനെ മൂടി തുറക്കാം. തുറന്നു കഴിയുമ്പോൾ അതാ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്പൂൺ കൊണ്ട് നോക്കുമ്പോൾ അതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ വെച്ച് തന്നെ നമുക്കിത് വാർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ മൂടിയിൽ നിന്ന് ഈ ഗാസ്കറ്റ് എടുത്ത് മാറ്റി വെക്കുക. ഗാസ്കറ്റ് ഇടാതെയാണ് നമ്മളിപ്പോൾ ഇതേ കുക്കറിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചോറ് വാർത്തെടുക്കുന്നത്. ഇതുപോലെ ഒരു സൈഡ് ഇപ്പുറത്തും ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡിലും ആക്കിയിട്ട് വേണം നമ്മൾ ഈ കുക്കറ് കുക്കറിൻ്റെ മൂടി സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലത്തെ ഒരു വലിയ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ വെള്ളമെല്ലാം അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് നമുക്കിത് വെള്ളമെല്ലാം വാർത്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു സാധാരണ നമ്മൾ ചോറ് വാർക്കുന്ന പോലെ തന്നെ നമുക്കിത് കുറച്ച് സമയത്തേക്ക് വാർത്ത് വെക്കാം. ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ കുക്കർ എടുത്തിട്ട് മാറ്റി സാധാരണ പോലെ വെക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് ഊർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ കഞ്ഞിവെള്ളം നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന പോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണത്. ഇപ്പം നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഒട്ടും വെള്ളം കെട്ടാതെ നല്ല സൂപ്പറായിട്ട് ഇതുപോലെ ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. കൂടുതലും ഇത് ചോറ് ആക്കി കുക്കറിൻ്റെ അകത്ത് നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ വാർത്ത് അങ്ങനെയുള്ള യാതൊരു പണിയുമില്ല. ഒറ്റ പാത്രത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ഇപ്പം നല്ല അടിപൊളിയായി മണി പോലെയുള്ള നല്ല മട്ട റൈസിൻ്റെ ചോറാണ് ഇപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ മാത്രമല്ല കുക്കർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു വാർക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണം. കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് കുക്കർ ചെരിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം വേറെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുക്കറിനെ മൂടിയിട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.